വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഞങ്ങൾ ഇന്ന് ഗുരുവായൂർ പോവാണ്. ഇന്ന് 11 മണി ട്രെയിനിലേക്ക് തൃശ്ശൂരേക്ക് കയറും. പിന്നെ ഞങ്ങൾ അവിടെ ഇന്ന് സ്റ്റേ ചെയ്യും. നൈറ്റാണ് കയറി തൊഴ. പിന്നെ ഞങ്ങൾ വേറൊരു അമ്പലത്തിൽ പോകുന്നുണ്ട്. അത് അമ്പലത്തിന്റെ പേര് ജസ്റ്റ് മറന്നുപോയി. അപ്പൊ ഞങ്ങൾ ഇതിന്റെ കൂടെ അത് ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ അന്നത്തെ ദിവസം എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഒക്കെ ഈ വീഡിയോയിലുണ്ടാവും. അപ്പൊ എന്തായാലും കാണാം. ഓക്കെ, ഗായ്സ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 4th പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ 4th പോവാണ്. ഞങ്ങൾക്ക് 1:30 ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. ഇത് 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകും. ശതാബ്ദിയാണ്. അതിനെക്കൊണ്ട് വേറെ അടി പിടിച്ചിടാനുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ബാക്കി കാണാം. നല്ല തിരക്ക് കിട്ടും. വീഡിയോ ഒക്കെ വലിയ വരും. ഇപ്പം നമ്മളുള്ളത് നമ്മുടെ റിട്ടേൺ പോകാനുള്ള ടിക്കറ്റ് റിസർവ് ചെയ്യാൻ വെച്ചാണ്. നല്ല തിരക്കാട്ടോ. നമ്മൾ വരുന്നത് 3rd ഞാനാണ് നമ്മളിപ്പോൾ. അമ്മ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. ഞങ്ങളവിടെ ഇരിക്കുകയാണ്. ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ ഗുരുവായൂരേക്ക് പോകും. അവിടെ ഞങ്ങൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫ്രഷായിട്ട് നൈറ്റ് തൊഴാൻ കയറും. അപ്പം എന്തായാലും ആ വീഡിയോസൊക്കെ വരുന്നതാണ്. അങ്ങനെ അമ്മ ഞങ്ങൾക്ക് നാളെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പിനെ കൊണ്ടൊരു ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ച്. പിന്നെ പോകുന്ന വഴി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി വ്യൂ ഒക്കെ ആയിരുന്നു. ഓട്ടോയിൽ കയറിയപ്പോൾ തന്നെ അമ്മൂ നൂനും ഇറങ്ങി. ട്രെയിനൊന്നും ഇതേമാതിരി ഉറക്കം തന്നെയാണ്. പിന്നെ ഞങ്ങൾ റൂമിലേക്ക് വിട്ട് നേരെ. ഹായ് ഗായ്സ്, ഞങ്ങളിതാ റൂമിലെത്തി. ഗുരുവായൂരെത്തി. ഇതാ റൂമിലെത്തി. എല്ലാവരും ചേഞ്ച് ചെയ്തു. ഞാൻ, നോനു, അമ്മ എണീച്ചു പോയി. അമ്മയൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ ഇന്ന് ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇന്ന് ഗുരുവായൂർ തൊഴുതിട്ട് ഞങ്ങൾ രാവിലെ വേറെ അമ്പലത്തിലേക്ക് പോവാന്നാണ്. നല്ല തിരക്കാണ്. ഗുരുവായൂർ നല്ല തിരക്കാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് കയറി തൊഴാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നാളെ രാവിലെ പോയിട്ട് തൊഴും. അതേപോലെ തന്നെ നാളെ രാവിലെ വേറൊരു അമ്പലത്തിലും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 4 മണി 6 മണിയൊക്കെ 4 മണിക്ക് കയറിയിട്ട് 6 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വരിക്ക് നിൽക്കാതെ ഉള്ളിൽ പറഞ്ഞ് നമ്മളെന്തോ അങ്ങനെ ഇല്ലേ പൈസ കൊടുത്ത് കയറുന്നത് ഒരു അങ്ങനെ കയറാണ്. ഞങ്ങൾ കയറി തൊഴുകയാണ്. വെള്ളി മോർണിംഗ് പെട്ടെന്ന് കഴിയും വിചാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് നേരെ വേറെ അമ്പലത്തിലും പോകും. എന്നിട്ട് അവിടുന്ന് നേരെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇപ്പം ഞങ്ങൾ ഇതായി റൂമിൽ നിന്ന് ഇപ്പോൾ ഗുരുവായൂർ ചുറ്റമ്പലം ഫുള്ള് ചുറ്റി തൊഴുതിട്ട് ഞങ്ങൾ ഇവിടേക്ക് പോകും. നാളെ പോകേണ്ട ബസ്സിൻ്റെതൊക്കെ ഒന്ന് നോക്കാനും എങ്ങനെയാണ് പോകുന്നത് വെച്ചാൽ ഒക്കെ നോക്കിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അമ്പലം ഫുള്ളും ചുറ്റി കാണാൻ വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ബാക്കി കാണാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങി. ഒരു സൺഡേ നൈറ്റ് അതിനെ കൊണ്ട് നല്ല റഷ് ഉണ്ടായിരുന്നു. അവിടെ എന്തോ അമ്പലത്തിലെന്തോ പൂജയോ കാര്യങ്ങളോ എന്തോ ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് അതിൻ്റെ തിരക്കുണ്ടായിനി. പിന്നെ ഈ ഒന്നാമത് ഈ മലയ്ക്ക് പോകുന്ന സീസൺ അതിനെക്കൊണ്ട് സ്വാമിമാരെ റഷ് ഉണ്ടായിരുന്നു. അപ്പം ഉള്ളിൽ കയറി തൊഴാൻ നടന്ന കാര്യം ടാസ്ക് ആയിരുന്നു. ഓൾറെഡി 7 മണിയാകുമ്പോഴാണ് നട അടയ്ക്കും. അങ്ങനെ കയറി ക്യൂ നിൽക്കുമ്പോഴത്തേക്ക് എന്തായാലും നട അടയ്ക്കുന്നതിനെ കൊണ്ട് ഞങ്ങൾ പുറത്ത് ഫുള്ള് ചുറ്റി തൊഴുത്. അങ്ങനെ ഞങ്ങൾ ഫുള്ള് ചുറ്റുമ്പോൾ പുറത്തുനിന്നൊരു ആന വരുന്നുണ്ടായിരുന്നു അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ആനേനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ ആനേനെ കുറേ നേരം നോക്കി നിന്ന്. ആനനെ നോക്കി നിന്നപ്പോൾ അമ്മയ്ക്ക് ആനയ്ക്ക് പഴം കൊടുക്കാൻ ഒരാഗ്രഹം. അങ്ങനെ അമ്മയും ഓനും കൂടി ചെന്ന് ആനയ്ക്ക് പഴമൊക്കെ കൊടുത്ത്. പിന്നെ ഞങ്ങൾ ക്യൂ നോക്കി. ക്യൂ എന്നത് നല്ല ക്യൂ ആണ്. നാളെ തൊഴാനുള്ള ക്യൂ തന്നെ ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ക്രേസുള്ള സംഭവമാണ് ഈ അവിടെ അടുത്തുള്ള കടകളിലൊക്കെ കയറിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നതൊക്കെ അതൊക്കെ ഒരു ക്രേസ് തന്നെയാണ്. അത് എപ്പോൾ പോയാലും അങ്ങനെയാണ്. എത്ര പ്രാവശ്യം പോയാലും അത് നമുക്ക് അവിടെ എത്തുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ ഒരു കോഫിയൊക്കെ കുടിച്ച് പിന്നെ നാളെ വെക്കാനുള്ള പൂവൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചിടുന്നത്. നല്ല മുല്ലുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ഹിന്ദിക്കാർ പുറത്ത് സൺഡേ അതിനെ കൊണ്ട് വന്നു. അവിടെ കുറേ മാലകളും നല്ല വലിയ വലിയ ജിംകാസൊക്കെ ആയിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പാദസരം അങ്ങനെ കുറേ. പിന്നെ
പൊരി അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കുറേ ആൾക്കാർ. പിന്നെ ഞങ്ങൾ ഓവർ ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. രാവിലെ നേരത്തെ എണീച്ച് തൊഴാൻ. സോ ഞങ്ങളിതാ ബാക്ക് ടു റൂമാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങളതാ മുല്ലപ്പൂവൊക്കെ വാങ്ങി. ഞങ്ങൾക്ക് നാളെ വെക്കാനുള്ളത് ഒരു കമ്മൽ വാങ്ങി. കണ്ണൊക്കെ കണ്ടോ അറിയില്ലേ, ഉറക്കം തൂക്കുന്നുണ്ട്, ഉറങ്ങണം. ചെറിയ കമ്മലൊക്കെ വാങ്ങി. അമ്മ റൂമിൽ എത്തിയപ്പാട് അമ്മൂൻ്റെ കളി. യു ഗൈസ് സീ അമ്മ ഫോണിൽ കളിക്കാണ്. ഞങ്ങൾ യെസ് അമ്മനെ കണ്ടില്ലേ, അമ്മ മുടിയൊക്കെ കെട്ടിയിട്ട് അമ്മ കിടക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ഞങ്ങളെല്ലാവരും കിടക്കണം. ഓക്കെ ബൈ. അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ കിടക്കുന്നപ്പോൾ ആ വാങ്ങിയ പൊരി ഉണ്ടായിരുന്നു, ചക്കപ്പൊരി. ആ ചക്കപ്പൊരിയൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വെറുതെ ഞങ്ങളിങ്ങനെ ഓരോ സംസാരിച്ചിരുന്നു. പിന്നെ രാവിലെ ഞങ്ങളൊരു 2 മണിയായപ്പോൾ എണീച്ചിരിക്കുന്നു. 2 മണി എണീച്ച് കുളിച്ച് ഞാൻ വേഗം അമ്മൂന് സാരി എടുത്തു കൊടുത്ത് അമ്മ നോനൂനെയൊക്കെ റെഡിയാക്കി. പിന്നെ ഞങ്ങളൊക്കെ പുറപ്പെടലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ നിന്ന് പുറപ്പെടാൻ ഞങ്ങൾ അധികം ടൈമൊന്നും എടുത്തില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് ലൈൻ നിന്നാൽ പെട്ടെന്ന് തൊഴുതിറങ്ങാലോ എന്നുള്ളത് ഞങ്ങൾ വേഗം മാറ്റി ഇറങ്ങിയിരിക്കുന്നു. അമ്മയും ഞാനും അമ്മും ഒക്കെ സാരി എടുത്ത് നോനും ഒരു സ്കേർട്ടും ടോപ്പുമാണ്. രാവിലെ എണീച്ച് കുളിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിലേക്കുള്ള പോകാനുള്ളതാണ്. എല്ലാവരും മാറ്റുന്ന തിരക്കിലാണ്. നോനും അമ്മ ആണെങ്കിലും അമ്മയാണെങ്കിലും ഒക്കെ എല്ലാവരും നല്ല മാറ്റുന്ന തിരക്കിലാണ്. പിന്നെ ഫുൾ ഡ്രസ്സ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇറങ്ങും. ഞങ്ങൾ ഇപ്പോൾ സമയം എത്രയേ 3:10. അങ്ങനെ ഞങ്ങൾ 5:30 ആയപ്പോൾ തൊഴുതിറങ്ങി ഞങ്ങളൊരു കോഫി അവിടുന്ന് നെസ്കഫേൻ്റെ കോഫീൻ്റെ ഷോപ്പുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു കോഫി കുടിച്ച് ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ ഫുഡും കഴിച്ച് ഞാനും അമ്മയും എല്ലാവരും ഞങ്ങൾ 4 ആൾക്കാരും മസാല ദോശ കഴിച്ചത്. പിന്നെ മസാല ദോശ കഴിച്ച് പുറത്തിറങ്ങി ഞങ്ങൾക്കൊരു ഫോട്ടോ വാങ്ങാണ്ടായിരുന്നു കൃഷ്ണൻ്റെ. അപ്പം അത് തപ്പി ഞങ്ങൾ കുറേ കടകൾ ഇങ്ങനെ കയറി ഇറങ്ങി. മോർണിംഗ് തന്നെ അധികം കടയും തുറന്നില്ല, കുറച്ച് മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ കയറി വെച്ച് എല്ലാവരും എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ സ്വാമിമാരുടെ തിരക്ക് രാവിലെയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതൊക്കെ നോക്കി നേരെ റൂമിലേക്ക് വിട്ട്. പിന്നെ ഞങ്ങൾ വേറൊരു അമ്പലത്തിൽ പോകുന്നതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വേഗം ഫ്രഷപ്പായിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഒന്നുകൂടി സെറ്റ് ചെയ്തിട്ട് ലഗേജൊക്കെ എടുത്തിട്ട് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ്. നേരെ പെരുങ്ങോട്ടരയ്ക്ക് പോവാണ്. റൂം വെക്കേറ്റ് ചെയ്യാണ്. റൂം വെക്കേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങൾ നെക്സ്റ്റ് പെരുങ്ങോട്ടരയ്ക്ക് പോവാണ്. അവിടുന്ന് പിന്നെ നേരെ കാലിക്കറ്റിലേക്ക് ആയിരിക്കും. ട്രെയിനിലാണ്, ടിക്കറ്റ് കിട്ടുമെന്ന് അറിയില്ല. ബാക്കി കാണാം. ഞങ്ങൾ നൈറ്റ് അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങാൻ ഭയങ്കര ലേറ്റ് ആയതിനെ കൊണ്ട് ഞങ്ങൾക്ക് മോർണിംഗ് എങ്ങനെ പെരുങ്ങോട്ടുകരയ്ക്ക് പോകുന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി ഞങ്ങൾ കുറച്ച് നടന്ന്. അപ്പോൾ അവിടുന്ന് ബസ് 1 hour അവിടുന്ന് ബസ് കയറി 1 hour എത്തിക്കഴിഞ്ഞാൽ തൃപ്പയാർ അവിടെ എത്തും. അവിടുന്ന് ഓട്ടോ വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അവിടുന്ന് തൃപ്പയാറിന്നും ബസ്സുണ്ട്. അപ്പം ഞങ്ങൾ തൃപ്പയാറിലെത്തിയപ്പോൾ ഞങ്ങൾ ഓട്ടോ വിളിച്ച് ബസ്സിൽ നിന്നൊക്കെ രണ്ടാളും നല്ല ഉറക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് അമ്പലത്തിലേക്ക് പോകും. അപ്പോൾ പിന്നെ ഫോണൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് വ്ളോഗൊക്കെ ചെയ്ത് കുറേ ഓൺ വോയിസിൽ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ വലിയ അമ്പലം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ അമ്പലമാണ്. വിഷ്ണുമായ ക്ഷേത്രമാണ്. വിഷ്ണുമായാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. അവിടെ ഉള്ളിലേക്ക് തൊഴാൻ കയറുന്നു. ഫോൺ യൂസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എക്സ്പ്ലോർ ചെയ്യാൻ പാകത്തിന് വലിയൊരു അമ്പലം തന്നെയാണത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് അവിടെയാണ്. വിഷ്ണുമായൻ്റെ സ്റ്റോറി നമ്മളിപ്പോൾ ഓരോ അമ്പലത്തിൽ ഓരോ പ്രതിഷ്ഠേൻ്റെ കഥകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവിടെ മരത്തിൽ ഇങ്ങനെ കൊത്തി വെച്ച് ശില്പമാക്കിയിട്ട് ഇങ്ങനെ അവിടെ വോളിൻ്റെ മുകളിൽ ഫുള്ളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ വായിച്ച് നോക്കിയായിരുന്നു. എല്ലാ സ്റ്റോറിയും സ്റ്റാർട്ടിങ് ടു എൻഡ് പോലെ സ്റ്റോറീസൊക്കെ ഉണ്ടായിരുന്നു. ആ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഈ വലിയ വീട്, അവിടെ പൂജ ചെയ്യുന്ന മെയിൻ പൂജാരികൾ അവർ ഏട്ടനിയന്മാരാണ്. അപ്പോൾ അവരുടെ വീട് ഈ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഈ വലിയ വീട് അവരുടെ വീടാണ്.
അവിടെ തൊഴുത് ചുറ്റൊന്ന് കണ്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അതിൻ്റെ മുമ്പിൽ തന്നെ അവിടെ ഈ അമ്പലത്തിൻ്റെ ഒരു ഡാൻസ് ക്ലാസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ പുറത്ത് കാണാൻ തന്നെ വലിയ ഒരമ്പലമാണ്. പിന്നെ അതൊക്കെ വീഡിയോ എടുത്ത് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഇനി വേറെ പരിപാടി ഇല്ല. 10:30 ട്രെയിൻ ഉണ്ട്, അത് കിട്ടൂല. 3 മണിക്ക് 3:30 ട്രെയിനിനാണ് പോകുന്നത്. കിട്ടും വിചാരിക്കുന്നത്. ബാക്കി വീഡിയോസൊക്കെ ഇതിൻ്റെ കൂടെ വരും. സോ ഞങ്ങൾ അവിടെ ഡാൻസ് ക്ലാസ് ഉണ്ട് പറഞ്ഞില്ല. അപ്പോൾ ഡാൻസ് ക്ലാസ്സിൻ്റെ അവിടെയാണ് ഞങ്ങൾ ലഗേജൊക്കെ വെക്കാനുള്ള സ്ഥലം. അപ്പോൾ ലഗേജൊക്കെ വെച്ചത് ഞങ്ങൾ എടുത്ത് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അമ്മ അവിടെ ചെയറിൻ്റെ പൈൽ കയറി. നമുക്ക് ടയേർഡായിട്ട് അമ്മ ചെയറിൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പിന്നെ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ നോക്കിയപ്പോഴാണ് നമ്മളെന്താ ഇവിടുന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റൂം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ബസ് വന്നപ്പോൾ ഞങ്ങൾ വേഗം ഡയറക്റ്റ് ബസ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു ജ്യൂസ് കുടിച്ച് ഒരു ചിക്കു ഷേക്ക് കുടിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ട്രെയിൻ കയറി. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര ടയേർഡായിപ്പോയി. ഇനി ഞങ്ങളെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരെ ബൈ.